ഉത്തർപ്രദേശിലെ നോയിഡയിൽ ശമ്പള വർധന ആവശ്യപ്പെട്ട് വൻ സംഘർഷം. നോയിഡ ഫേസ് 2-വിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരാണ് പണിമുടക്കുന്നത്. പ്രതിഷേധത്തിനിടെ ജീവനക്കാർ വാഹനങ്ങളും കെട്ടിടങ്ങളും അടിച്ചു തകർത്തു. പ്രദേശത്ത് രൂക്ഷമായ കല്ലേറും ഉണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം ഉപയോഗിച്ചു. ബോണസ് പേയ്മെന്റുകൾ, അവധികൾ, ഓവർ ടൈം വേതനം, ശമ്പള വർധന തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. തുടർച്ചയായി 4-ാം ദിവസമാണ് ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. തുടർച്ചയായി 4-ാം ദിവസമാണ് ഇത്തരത്തിൽ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഈ ഒരു ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നത്. തുടർച്ചയായി 4-ാം ദിവസമാണ് ഇത്തരത്തിൽ ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഇന്നത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. നോയിഡ ഫേസ് 2-വിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ പണിമുടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ, ശമ്പള വർധനവ് അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതിഷേധത്തിനിടെ ജീവനക്കാർ വാഹനങ്ങളും കെട്ടിടങ്ങളും അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രദേശത്ത് രൂക്ഷമായ കല്ലേറും ഉണ്ടാവുകയുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ബോണസ് പേയ്മെന്റുകൾ, അവധികൾ, ഓവർ ടൈം വേതനം, ശമ്പള വർധന തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ജീവനക്കാർ പ്രതിഷേധം നടത്തുന്നത്. ഇത് തുടർച്ചയായി 4-ാം ദിവസമാണ് ഇത്തരത്തിൽ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നോയിഡയിലെ ഫേസ് 2-വിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു ജീവനക്കാരുടെ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. ഇത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ജീവനക്കാർ വാഹനങ്ങളും കെട്ടിടങ്ങളും അടക്കം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രൂക്ഷമായ കല്ലേറും പ്രദേശത്തുണ്ട്. ഈ ഒരു സംഘർഷ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് വൻ പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ബോണസ് പേയ്മെന്റുകളും, അവധികൾ, ഓവർ ടൈം വേതനം, ശമ്പള വർധനവ് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്, പ്രധാനമായും ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. ഇതാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. 4-ാം ദിവസമാണ് തുടർച്ചയായി ഇത്തരത്തിൽ ജീവനക്കാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത്.